ഒരു ഗോഡൌൺ ആക്രമണത്തിനിടെ കിട്ടിയ ഒരു അനാഥ കുഞ്ഞിനെ തിലകനും ഭാര്യ സന്ധ്യയും ചേർന്ന് വളർത്തുന്നു. അവന് പാരി എന്ന് പേരിടുന്നു. ചെറുപ്പം മുതൽ തന്നെ പാരി ചിരിക്കാത്ത ദേഷ്യം നിറഞ്ഞൊരു കുട്ടിയായിരുന്നു. അമ്മ സന്ധ്യയുടെ സ്നേഹമാണ് അവന്റെ ജീവിതം. പക്ഷെ തിലകൻ ഒരിക്കലും അവനെ സ്വന്തം മകനായി അംഗീകരിച്ചിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം പാരി വളർന്ന് ശക്തനായ ഒരു ഫൈറ്ററായി മാറി. വാരണാസിയിൽ വെച്ച് രുക്മിണിയെ കണ്ടുമുട്ടുന്നു. അവരുടെ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുന്നു. രുക്മിണിയുടെ നിർബന്ധത്താൽ പാരി തന്റെ ക്രൈം ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെങ്കിലും തിലകനുമായി ബന്ധപ്പെട്ട ഗോൾഡ് ഫിഷ് എന്ന രഹസ്യായുധ കച്ചവടത്തിൽ പ്രശ്നം വീണ്ടും അവനെ പഴയ വഴിയിലേക്ക് കൊണ്ടുവരുന്നു. തിലകൻ പാരിയെ ഭീഷണിപ്പെടുത്തുകയും അടിപിടി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ പാരി അറസ്റ്റിലായി ജയിലിൽ പോകുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം രുക്മിണിയെ കാണാൻ വേണ്ടി അവൻ ജയിൽ ചാടുന്നു. പാരി ആൻഡമാൻ ദ്വീപിലേക്ക് എത്തി ചിരിപ്പിക്കുന്ന ഡോക്ടറായി നടിച്ച് രുക്മിണിയെ സമീപിക്കാൻ ശ്രമിക്കുന്നു. ആ ദ്വീപിലെത്തുമ്പോൾ പാരി ഒരു ഭീകരസത്വം മനസ്സിലാക്കുന്നു. മൈക്കിളും സംഘവും അവിടെയുള്ള ജനങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ് എന്ന്. അവൻ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വിനോദം കണ്ടെത്തുന്ന ക്രൂരമായ സംവിധാനമാണ് അവിടെ നിലനിൽക്കുന്നത്. ഇതിനിടെ അവന്റെ ശരീരത്തിലുള്ള ഒരു പ്രത്യേക മറുകു കാരണം വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച പോലെ ഈ ദ്വീപിനെ രക്ഷിക്കാൻ ജനിച്ച വ്യക്തിയാണ് അവനെന്ന് ജനങ്ങൾ കരുതുന്നു. ജനങ്ങൾ അവനെ രക്ഷകനായി കാണാൻ തുടങ്ങുന്നു. ആദ്യത്തിൽ രുക്മിണി പാരിയെ തെറ്റിദ്ധരിച്ച് വിട്ടുപോകുന്നു. അതോടെ പാരി വീണ്ടും പഴയ ദേഷ്യ സ്വഭാവത്തിലേക്ക് മാറി മൈക്കിളിന്റെ ഗ്യാങ്ങിൽ ചേരുന്നു. പിന്നീട് അവന് സത്യം മനസ്സിലായപ്പോൾ അവൻ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് പോരാടാൻ തീരുമാനിക്കുന്നു. ഫൈനൽ പോരാട്ടത്തിൽ പാരി മൈക്കിളിനെയും സംഘത്തെയും നേരിടുന്നു. തന്ത്രവും ശക്തിയും ഉപയോഗിച്ച് അവൻ അവരെ തോൽപ്പിക്കുന്നു. ഈ സമയം തിലകനും അവിടെ എത്തുന്നു. ഗോൾഡ് ഫിഷ് എന്നത് സ്വർണ്ണമല്ല, ഒരു നാട് തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന അപകടകരമായ ആയുധമാണെന്ന് വെളിപ്പെടുത്തുന്നു. ഭാര്യ ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കളെ ഭയപ്പെടുത്തുകയും പിന്നീട് അവ നശിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനം പാരിയും രുക്മിണിയും വീണ്ടും ഒന്നിക്കുന്നു.